ശ്രീ വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത. ഞാനെൻ്റെ പത്മീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ, അന്തരീന്ദ്രിയ നാഭി പത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ, അവയും ഞാനും തമ്മിലൊന്നാവാൻ, യുഗചക്ര ഭ്രമണ പഥങ്ങളിൽ ഉഷസായി നൃത്തം വയ്ക്കാൻ, ഞാനെൻ്റെ പത്മീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നു പോയി മനസ്സിൻ സർഗധ്യാനം. ഉടവാളൊരുക്കി ഞാൻ വീണ തീർത്തത് നാവിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളകുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ. പടവാളിനേക്കാളും വീണയ്ക്കേ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. പടവാളിനേക്കാളും വീണയ്ക്കേ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. ഞാനെൻ്റെ പത്മീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ ദന്തഗോപുരമെന്ന പേരിട്ടു. രക്തത്തിൻ്റെ ഗന്ധമുള്ളൊരീ കൊച്ചു പത്മീകത്തിനു നിങ്ങൾ കല്ലെറിഞ്ഞുടയ്ക്കുവാൻ വന്നു നിൽക്കുന്നു. ശൈലീവല്ലഭന്മാരാം നിങ്ങൾ പൊയ്മുഖങ്ങളുമായി എറിഞ്ഞാലുടയില്ല മന്ത്രാസ്ത്രനിര വാരിച്ചൊരിഞ്ഞാൽ മുറിയില്ലേ മൺപുറ്റിൻ രോമം പോലും. അറിയില്ലെങ്കിൽ ചെന്നു ചോദിക്കൂ മനസ്സിലെ മറവിയുറക്കിയ മൗനത്തോടെന്നെ പറ്റി. നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുണ ജ്വാലാനാളങ്ങൾ പറയുമീ തീന്റെ ഇതിഹാസം. വിരിയും വൈശാഖത്തിൻ പത്മരാഗങ്ങൾ നാളെ പറയും ചോദിച്ചാലീ പൂവിന്റെ ഇതിഹാസം. ചോദിക്കാൻ അറിയുവാൻ മടിയാണെങ്കിൽ നിങ്ങളീ ദിനരാത്രങ്ങൾ തൻ വെളിച്ചങ്ങളിലൂടെ നഗ്നപാതരായി എൻ്റെ ദന്തഗോപുരത്തിലേക്കെത്തുക. വരവേൽക്കാൻ വാതിൽക്കലുണ്ടാകും ഞാനെൻ്റെ പത്മീകത്തിലിത്തിരി നേരം
ധ്യാനലീനനായിരുന്നത് മൗനമായി